ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. രാജയോഗത്താൽ ജീവിതം ഈ നക്ഷത്ര ജാതകരുടെ മാറി മറയുവാൻ പോകുന്നു. ജൂലൈ മാസം കഴിയുന്നതോടുകൂടി നിങ്ങളെ തേടി മഹാരാജയോഗമെത്തും. ഓഗസ്റ്റ് 16 വരെ ആദിത്യൻ കർക്കിടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലും സഞ്ചരിക്കും. ആയില്യം മകം എന്നീ ഞാറ്റുവേലകൾ പൂർണ്ണമായും പൂരം ഞാറ്റുവേല ഭാഗികമായും ആഗസ്റ്റിൽ വന്നു ചേരും. കൊല്ലവർഷത്തിലെ കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെയാണ് ആഗസ്റ്റ് മാസം. ആഗസ്റ്റ് മാസത്തിലെ വെളുത്ത വാവ് ആഗസ്റ്റ് 9-നും കറുത്ത വാവ് 22, 23 തീയതികളിലുമായി ഭവിക്കുന്നു. ശ്രാവണം, ഭാദ്രപദം എന്നീ ചാന്ദ്രമാസങ്ങളും ആഗസ്റ്റിലുണ്ട്. ചൊവ്വ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ കർക്കിടകം രാശിയിലാണ്. ആഗസ്റ്റ് 30-ന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധന്റെ മൗഢ്യം തീരുകയാണ്. ശുക്രൻ മിഥുനം രാശിയിലാണ് മാസാദ്യം. 20-ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് പുണർദത്തിൽ പ്രവേശിക്കും. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 4ഉം 5ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ വെല്ലുവിളികൾ വരാം. സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും മാത്രമേ പുരോഗതി സാധ്യമാവുകയുള്ളൂ. കാര്യസാധ്യത്തിന് പരാശ്രയത്വം വേണ്ടിവരുന്ന മാസമാണ്. അതുപോലെ തന്നെ മനക്ലേശവും ഉണ്ടാകുവാനിടയുണ്ട്. കുജൻ 6-ാമിടത്ത് സഞ്ചരിക്കുന്നതിനാൽ അധികാരവും സ്ഥാനമാനവും നിലനിർത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന എതിർപ്പുകളെ നിരാകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാങ്കേതിക ജ്ഞാനം നേടുവാനുള്ള സന്നദ്ധത വേണ്ട കാലമാണ്. അല്ലെങ്കിൽ മത്സരങ്ങളിൽ നിന്നും നിങ്ങൾ പിന്തള്ളപ്പെടുന്നതാണ്. സ്ത്രീ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു ചേരും. പരോക്ഷ ധനാഗമ മാർഗങ്ങൾ സാധ്യതകളാണ്. 12-ലെ ശനി സഞ്ചാരം ആലസ്യം, ആകസ്മിക യാത്രകൾ, കാര്യവിളംബം എന്നിവയ്ക്ക് കാരണമാകും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. കാര്യനിർവഹണത്തിൽ അധികം ശ്രദ്ധ വെക്കേണ്ട സാഹചര്യം ഉരുത്തിരിയുന്ന മാസമാണ്. നിങ്ങളുടെ ചുമതലകൾ മറ്റാൾക്കാരെ ഏൽപ്പിക്കുന്നതിൽ നിന്നും വളരെയധികം കരുതൽ വേണ്ടതുണ്ട്. സ്വസ്ഥാപനങ്ങളിൽ നിന്നും ധനലാഭം പതിവ് പോലെയാകും. എന്നാൽ വളരെയധികം ചെലവുണ്ടാകുന്ന മാസമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കാര്യസാധ്യത്തിന് പുനഃശ്രമങ്ങൾ ആവശ്യമായി വരും. സമീപനങ്ങൾ ഉദാരമാക്കുന്നത് ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മക്കളുടെ കാര്യത്തിൽ കൈക്കൊണ്ട ചില നിലപാടുകൾ തെറ്റായി പോയോ എന്ന് സംശയിക്കാം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ദാമ്പത്യത്തെ കലുഷമാക്കുവാൻ ഇടയുള്ള മാസമാണ്. ദീർഘകാല യാത്രകൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തു വാങ്ങുന്ന കാര്യം പുനഃപരിശോധിക്കപ്പെടും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ഭവിക്കുകയും ചെയ്യുന്ന മാസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ സന്നിഗ്ധതയും ചാഞ്ചല്യവും മനസ്സിനെ ഇടയ്ക്കിടെ ബാധിക്കാം. അതേസമയം തന്നെ ഏകോപനവും കർമ്മകുലശതയും പ്രകോപിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ബിസിനസ് തുടങ്ങുവാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. ബന്ധു സഹായം പ്രതീക്ഷിക്കാം. തൊഴിൽ യാത്രകളെല്ലാം വിജയപ്രദമാകും. സംഘടനാ രംഗത്ത് സ്വാധീനം വർദ്ധിക്കുന്ന മാസമാണ്. സ്ഥിര പരിശ്രമത്തിൽ അലംഭാവമരുത്. മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ മുൻനിരയിലെത്തുവാൻ കഴിയും. പുതിയ കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതലുണ്ടാകണം. എതിർപ്പുകളെ കേട്ടില്ലെന്ന് നടിക്കും.
ഗാർഹിക സാഹചര്യം സമ്മിശ്രമായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണച്ചെലവുണ്ടാകും. മകൻ്റെ ഉപരിവിദ്യാഭ്യാസ പഠനത്തിനുള്ള ലോൺ കൈവരുന്നത് ആശ്വാസം സമ്മാനിക്കും. തീർത്ഥാടനത്തിനുള്ള അവസരവും സംജാതമാകുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി ആസൂത്രണം ചെയ്യുവാനും മികച്ച ഏകോപനത്തോടെ അവയെ ലക്ഷ്യത്തിലെത്തിക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ തൊഴിലിടത്തിൽ വളരെയധികം സമാധാന അന്തരീക്ഷമുണ്ടാകും. ഒപ്പമുള്ളവരുടെ പിന്തുണ വളരെ വലുതായിരിക്കും. പ്രൊജക്റ്റുകൾക്ക് മേലധികാരിയുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. കടബാധകളിൽ നല്ലൊരു പങ്കും വീട്ടുവാൻ സാധിക്കുന്നതാണ്. മങ്ങിയിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും ഫലവത്താകും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഭവിക്കുന്ന മാസമാണ്. കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര കരുതൽ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. മക്കളുടെ നിർബന്ധം, പഠന വൈമുഖ്യം ഇവ വിഷമിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. ഗൃഹത്തിൽ അതുമല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം നിങ്ങളുടെ തടസ്സപ്പെടുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ പല കാരണങ്ങളാൽ താല്പര്യം കുറഞ്ഞു വരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ചെയ്തു പോരുന്ന തൊഴിലിന് ഇണങ്ങുന്ന രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗം വിപുലീകരിച്ചേക്കും. ആസന്നമായ ഉത്സവകാലത്തെ മുൻനിർത്തി വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കും. ആവശ്യപ്പെട്ട വേതന വർധനവ് നടപ്പാക്കാത്തതിൽ സഹപ്രവർത്തകർക്കൊപ്പം പ്രതിഷേധ സമര രൂപേണ രേഖപ്പെടുത്താം. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹിതരാകുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സഹായിക്കുവാൻ നേരം കിട്ടാത്തത് അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. നീണ്ട വർഷമായി തുടരുന്ന ഗൃഹവായ്പ അടഞ്ഞു തീരുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം സമ്മാനിക്കും. രോഗാരിഷ്ടതകൾക്ക് ശമനം ഭവിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. പ്രവർത്തന മേഖലയിലെ ഉദാസീനതയെല്ലാം നീങ്ങിക്കിട്ടും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പുതിയ ചുമതലകൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സ്വയം ചെയ്യുന്ന തൊഴിൽ പുഷ്ടിപ്പെടാൻ സാധ്യത കാണുന്നു. മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഫലപ്രദമാകും. അക്കാര്യത്തിൽ വായ്പാ സഹായം പ്രയോജനപ്പെടുത്താം. ഏജൻസി ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അന്യദേശത്ത് പഠന അവസരം അവസാന നിമിഷം കൈവന്നേക്കും. നിങ്ങളുടെ തടസ്സപ്പെട്ടിരുന്ന യാത്രകളെല്ലാം തുടരുവാൻ സാധിക്കുന്നതാണ്. പിണങ്ങിയ ബന്ധുക്കളുമായി ഇണങ്ങുന്നതിനുള്ള അവസരം ഒത്തുവരും. സാഹിത്യം, കല തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെയധികം അഭ്യുദയം ഭവിക്കുന്നതാണ്. ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് മുതലായവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം വരാം. ദാമ്പത്യം സുഖകരമായി ഭവിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ആഗ്രഹിച്ച ആഭരണം സമ്മാനിക്കുവാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യും. അധികാരികളുടെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമായി അനുഭവപ്പെടുന്നതാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും മടിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ അലസരാകും. കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. വേതന വർധനവിനുള്ള അപേക്ഷയ്ക്ക് കൃത്യമായ മറുപടി ലഭിക്കണമെന്നില്ല. വാഹനം വാങ്ങുവാൻ ഇപ്പോൾ ഗൃഹാനുകൂല്യം ഇല്ല എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യസാധ്യം എല്ലാ രീതിയിലും സുഗമമാകും. പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് കുടുംബത്തിനൊപ്പം ചേരുവാൻ സാധിക്കും. സ്വതന്ത്രമായി ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ജന്മത്തിലും രണ്ടിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ കർമ്മ മേഖലയിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കാര്യവിജയത്തിന് പരാശ്രയത്വം വേണ്ടി വരുന്നതാണ്. ചെറുപ്പക്കാരുടെ തൊഴിൽ അന്വേഷണം തടസ്സപ്പെടാം. അലച്ചിൽ, വഴി നടത്ത ഇവ ഉണ്ടാകുവാനിടയുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ ഉയരുന്നതാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പിന്തുണ വളരെയധികം ആശ്വാസമേകും. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ നാമമാത്രമായിരിക്കും. ബിസിനസ് സ്ഥാപനത്തിന് ശാഖ തുടങ്ങുവാനുള്ള ശ്രമം നീണ്ടുപോയേക്കാം. ഗൃഹനിർമ്മാണത്തിന് ധനം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ മുന്നോട്ട് പോകുവാനാകും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആദിത്യൻ, വ്യാഴം, രാഹു തുടങ്ങിയ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതി തുടരുന്നതിനാൽ ലക്ഷ്യം നേടുക എന്നത് എളുപ്പമാകില്ല. അധികാരികൾ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ ബധിരകർണങ്ങളിലാകും പതിക്കുക. വരവിലും ചെലവ് അധികരിക്കുന്നതാണ്. ആഡംബരം നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. വഴി നടത്തവും അലച്ചിലുമേറുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഭാവി സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും. സഹോദരിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി നാട്ടിലെത്തുവാൻ കഴിയുന്നതാണ്. കരാർ പണികൾ, ചെറു സംരംഭം ഇവ ലാഭകരമാകുന്ന മാസമാണ്. നവീന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും. എതിർപ്പുകളെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കും. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12-ലും ജന്മരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ കർമ്മഗുണം ക്ഷീണിക്കും. കായിക അധ്വാനം ഏറുന്നതാണ്. ബൗദ്ധിക പരീക്ഷണങ്ങളിൽ തളർന്നു വീഴും. ലഘുസാധ്യത്തിനായി ഊർജം കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്ന മാസമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ജോലി കിട്ടിയാലും ദൂരസ്ഥലം, ശമ്പളക്കുറവ് തുടങ്ങിയവയുണ്ടാകും. എന്നാലും സാമാന്യമായ നേട്ടങ്ങൾ കരഗതമാകുന്ന മാസമാണ്. ഗുരു ശുക്രന്മാരുടെ 11-ലെ സഞ്ചാരം ധനലാഭം, ഭോഗസിദ്ധി, പ്രശസ്തി, അംഗീകാരം എന്നിവ നേടിത്തരുന്നതാണ്. സമൂഹത്തിൽ സ്വീകാര്യതയേറും. പ്രണയജീവിതം വിവാഹ ജീവിതത്തിലേക്ക് പരിണമിക്കാം. കുടുംബ അന്തരീക്ഷത്തിൽ വളരെയധികം സ്വസ്ഥതയുണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ തൃപ്തി ഭവിക്കുന്നതാണ്. ജന്മകേതുവും അഷ്ടമശനിയും ആരോഗ്യത്തെ ബാധിക്കാമെന്നതിനാൽ അല്പം കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടാകെ അനുകൂലമാകും. ധനാഗമത്തിൻ്റെ വഴികൾ വളരുന്നതാണ്. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. നവീനമായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വിപണി അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായി മുഷിയേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യാം. ജോലിഭാരം അധികമാകും. ചുമതലകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. കാര്യതടസ്സങ്ങളെ സഹജമായ പ്രായോഗിക ബുദ്ധി കൊണ്ട് മറികടക്കുവാൻ സാധിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ്. കുടുംബ യാത്രകൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയും. കടബാധ്യതകൾ കുറേശ്ശെയായി പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. സൗഹൃദം അനുരാഗമായി മാറുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഗുണദോഷ സമ്മിശ്രമായ കാര്യമാണ് ഈ മാസം നടക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. തൊഴിൽ മാറ്റത്തിന് ഗൃഹാനുകൂല്യം ഇല്ലെന്ന കാര്യം ഓർമ്മയിൽ വേണം. അർഹതയുള്ള അവസരങ്ങൾ വൈകാതെ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലെ ജോലിയിൽ ന്യായമായ പരിഗണന കിട്ടിയേക്കില്ല. തന്മൂലം ധനക്ലേശം വരാം. മേലധികാരികൾ വിരോധത്തോടെ പെരുമാറിയെന്നും വരാം. സ്വാശ്രയ ജോലികളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അലോസരവും സന്തോഷവും നിഴലും നിലാവുമായി മാറി മറിയുന്നതാണ്. കേതു, ചൊവ്വ, രാഹു, ശനി തുടങ്ങിയവയുടെ വിപരീത സ്ഥിതി വ്യാഴം, ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് തരാനാകുന്ന ഗുണാനുഭവങ്ങളെ ബാധിച്ചേക്കാം. കരുതൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം വേണ്ടതുണ്ട്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ആഗസ്റ്റ് 15 വരെ ബുധ ആദിത്യ സഞ്ചാരം 11-ലാകിയാൽ നേട്ടങ്ങൾ കൂടുന്നതാണ്. സ്വാധികാരത്തിന് ഇളക്കമുണ്ടാകില്ല. തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം എല്ലാ രീതിയിലും അനുകൂലമാകും. വേതന വർധനവ്, ആശയ ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം ഇവ സാധ്യതകളായി പറയാവുന്നതാണ്. ഭൗതികമായ പ്രവർത്തനങ്ങൾ, പഠനം, ഗവേഷണം തുടങ്ങിയവയിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. അധ്വാനം നിങ്ങളുടെ വില മതിക്കപ്പെടുന്നതാണ്. നവസംരംഭങ്ങൾ, ബാല
അരിഷ്ടതകളെ അതിജീവിക്കുന്നതാണ്. രണ്ടാം പകുതിയിൽ വെല്ലുവിളികൾ ഉണ്ടാകും. കാര്യസാധ്യത്തിന് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയാം. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ക്ഷോഭത്തിന് കാരണമാകും. തർക്കങ്ങളിൽ നിന്നും ഒഴിയുന്നതാണ് ഉത്തമം. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. വരവും ചെലവും സന്തുലിതമായിരിക്കുന്ന മാസം കൂടിയാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. കന്നി രാശിക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയും ചിങ്ങ രാശിക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയും ഗുണമേറിയവയാകും. തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ വരാം. ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മടിക്കരുത്. തിടുക്കം കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും. പൊതുസംരംഭങ്ങൾക്ക് മുതിരാതിരിക്കുമ്പോഴും എല്ലാ വശങ്ങളും പരിഗണിക്കണം. വായ്പയിലൂടെ ലഭിക്കുന്ന ധനം കൃത്യമായ ആവശ്യങ്ങൾക്ക് വേണം ചെലവഴിക്കുവാൻ. അക്കാര്യത്തിൽ വ്യതിചലനം പാടില്ല. ഭൂമി സംബന്ധിച്ച വ്യവഹാരത്തിന് ചെലവ് അധികരിച്ചേക്കാം. വിദേശത്ത് തൊഴിൽ സാധ്യത തെളിയുന്നതാണ്. ബന്ധങ്ങൾ നിങ്ങളുടെ വളരെയധികം ദൃഢമാകും. സുഹൃത്തുക്കളുടെ പിന്തുണ ശക്തി പകരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പ്രവണത ഇനിയും തുടരരുത്. കൂടിച്ചേരലുകൾ മാനസിക ഉല്ലാസം സമ്മാനിക്കും. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. തൊഴിൽ മുന്നേറ്റം സാധ്യമാകും. പ്രയത്നഫലം ദ്വിഗുണീഭവിക്കും. ആത്മവിശ്വാസം വളരെയധികം വളരുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ അന്വേഷണം നേട്ടത്തിൽ കലാശിക്കും. കർമ്മരംഗത്ത് സ്വാധികാരം സ്ഥാപിക്കുവാനാകും. സംരംഭകർക്ക് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് അടുക്കുവാനുള്ള സാഹചര്യം അനുകൂലമായേക്കും. പഠനത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്നതാണ്. കലാപ്രവർത്തനത്തിൽ ആശിച്ച മാതിരി അവസരങ്ങൾ സംജാതമാകും. സമൂഹത്തിൽ സ്വാധീനം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. മകളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം വരുന്ന മാസമാണ്. ഭാഗ്യ അനുഭവങ്ങൾ പുഷ്ടിപ്പെടും. നറുക്കെടുപ്പ്, ലോട്ടറി, ചിട്ടി മുതലായവയിൽ നിന്നും പണം വന്നെത്തും. 12-ലെ ചൊവ്വ അലച്ചിലിനും ക്ഷോഭത്തിനും ഇടവരുത്താം. യാത്രകളിൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. മുന്നേറാനുള്ള അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട്. ശരിയായ ആസൂത്രണവും മുന്നൊരുക്കവും നടത്തിയാൽ അല്പമായ അധ്വാനം കൊണ്ട് തന്നെ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ സൗഹൃദ അന്തരീക്ഷമുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ലാഭം ഉയരുന്ന മാസം കൂടിയാണ്. പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടുകയില്ല. പിന്തുണയ്ക്കുന്നവർ കൂടുവാനിടയുണ്ട്. മകൻ്റെ വിവാഹ കാര്യത്തിലെ അവ്യക്തത നീങ്ങിക്കിട്ടും. പൂർവിക സ്വത്തിൽ നിന്നും ആദായമുണ്ടാകും. ഇൻഷുറൻസ്, ലോട്ടറി, നറുക്കെടുപ്പ്, ഊഹക്കച്ചവടം ഇവയിൽ നിന്നും അപ്രതീക്ഷിത ധനം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുമൊത്തുള്ള അവധിക്കാല വിനോദയാത്രയ്ക്കുള്ള ഒരുക്കം നടത്തുവാൻ കഴിയും. അപ്രസക്ത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. കഴിഞ്ഞ 1-2 മാസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നെത്തുന്നതാണ്. വിശേഷിച്ചും നിങ്ങളുടെ കർമ്മരംഗത്ത് അടഞ്ഞ അവസരങ്ങൾ തുറക്കപ്പെടും. വിരോധികൾ കളം വിടാനിടയുണ്ട്. സ്വന്തം കഴിവ് സ്വയം തിരിച്ചറിയുവാൻ കഴിയും. വ്യവഹാരങ്ങളിൽ പരാജയമുണ്ടാകില്ല. ഭൂമിയിൽ നിന്നും ആദായം കൈവരുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിൽ കരുതിയതിനും കൂടുതൽ ലാഭം ഭവിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറുവാൻ കഴിയും. ഭൗതികമായ താല്പര്യങ്ങളെയും ആത്മീയ സാധനങ്ങളെയും ഇണക്കുന്നതിൽ വിജയിക്കുവാൻ കഴിയും. വാഹനം, വീട്, ബന്ധുക്കൾ എന്നിവ സംബന്ധിച്ച ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അവ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന സമചിത്തത അനിവാര്യമാണെന്ന ബോധം പുലർത്തേണ്ടതുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ മങ്ങിയായിട്ടെങ്കിലും പ്രത്യക്ഷപ്പെടുന്നതാണ്. അവയെ തെളിമയുള്ളതാക്കി പ്രയോജനപ്പെടുത്തുന്നതിൽ മനസ്സിന് സന്നദ്ധതയും ഉണർവും വേണ്ടതുണ്ട്. കാര്യനിർവഹണത്തിൽ ആലസ്യം കഴിവതും ഒഴിവാക്കണം. പിന്നീട്, നാളെ, മറ്റൊരിക്കൽ മുതലായ പദാവലികൾ നിങ്ങളുടെ ജീവിത നിഘണ്ടുവിൽ നിന്നും കളയേണ്ട സന്ദർഭമാണിത്. തേടുന്നവർക്ക് തൊഴിൽ കിട്ടും. വായ്പകൾക്ക് അർഹതയുണ്ടാകും. ഉയർന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയത്തിലെത്തുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനും അതനുസരിച്ച് നീക്കങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് കഴിയും. കടം കൊടുത്ത പണം ഭാഗികമായെങ്കിലും മടക്കി കിട്ടുന്നതാണ്.
മുറിഞ്ഞുപോയ ബന്ധങ്ങൾ തുന്നിച്ചേർക്കപ്പെടാം. അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ കുടുംബത്തിൽ വീണ്ടും സ്വൈരദീപം തെളിയുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങളിൽ വ്യാഴം, രാഹു എന്നിവ ഇഷ്ടഭാവങ്ങളിലാണ്. കണ്ടകശനി, ആദിത്യൻ്റെ അഷ്ടമസ്ഥിതി മുതലായവ മൂലമുള്ള ദോഷങ്ങളെ പ്രതിരോധിക്കുവാൻ അവ മതിയാകും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകർ സഹകരണം ലഭിക്കുകയില്ല. സ്വകാര്യ സ്ഥാപനങ്ങളിൽ അനുകൂലമല്ലാത്ത ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടി വരുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടാകും. പഴയ കടബാധ്യതകൾ വലയ്ക്കുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. ചിലപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന രീതിയിൽ നഷ്ടപ്പെടാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെയധികം കാണുന്നു. സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം. കാര്യനിർവഹണം സുഗമമാകുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും. ധനപരമായി ഒരു രീതിയിലുമുള്ള സമ്മർദ്ദം അനുഭവപ്പെടുന്ന മാസമല്ല. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പുരോഗതി പ്രതീക്ഷിച്ചെടുത്ത് കഷ്ടിച്ച് കാര്യങ്ങൾ നടന്നു പോകും എന്ന സ്ഥിതി ഉണ്ടാകും. മേലധികാരികൾ കൃത്യനിർവഹണത്തിൽ സമ്മർദ്ദം ചെലുത്താം. മനസ്സിന് സ്വസ്ഥത കുറയുവാൻ ഇടയുള്ള മാസമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാം. കടബാധകൾ സ്വൈര്യം കെടുത്തുവാനും ഇടയുണ്ട്. സ്വന്തം ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ്. കെടുകാര്യസ്ഥത മൂലം നഷ്ടം വരുവാൻ ഇടയുണ്ട്. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടരുത്. വീട്ടിലെ ജീർണോദ്ധാരണം നീണ്ടുപോയേക്കാം. പൊതുവെ പല നിലയ്ക്കും ചെലവ് അധികരിക്കുന്ന മാസമാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്ന ആളുകൾക്ക് ഉചിതമായ ജോലി ലഭിക്കുന്നതാണ്. ഗാർഹിക അന്തരീക്ഷം സമാധാനമുള്ളവയാകും. ഭാഗ്യപുഷ്ടിയുള്ള കാലമാണ്. നവസംരംഭങ്ങൾ തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് കുതിക്കുന്നതാണ്. ന്യായമായ ധനം എല്ലാ രീതിയിലും നിങ്ങളുടെ കൈവശമെത്തുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. കണക്ക് കൂട്ടലുകളിൽ ചിലതൊക്കെ തെറ്റിയെന്ന് വരാം. തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യം കുറയും. നിങ്ങളുടെ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടില്ല. സ്വന്തം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുക എന്നത് വളരെയധികം ക്ലേശകരമാകും. കരാർ വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവ പുതുക്കി കിട്ടുന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടാകുന്നതാണ്. ജോലിയിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുവാൻ തുടർ ശ്രമം വേണ്ടിവരും. സുഹൃത്തുക്കളുമായുള്ള ബന്ധം അത്ര രമ്യമാകണമെന്നില്ല. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. ജോലിയിലെ സമ്മർദ്ദത്തിന് അയവ് ഭവിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ കഴിയുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുകയും ചെയ്യും. വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരം സംജാതമാക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 7-ലും 8-ലുമായി സഞ്ചരിക്കുന്നു. സ്വന്തം തൊഴിലിൽ പുരോഗതി നാമമാത്രമായിട്ടുണ്ടാകും. കാര്യസാധ്യം എളുപ്പമാകുന്ന മാസമല്ല. തുടർ ശ്രമങ്ങൾ ഏത് കാര്യത്തിനും ആവശ്യമായി വന്നേക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി, അതുമല്ലെങ്കിൽ ലൈസൻസ് മുതലായവയ്ക്കായി അലച്ചിൽ വന്നെത്തുന്നതാണ്. പണച്ചെലവ് നിയന്ത്രിക്കുവാൻ ആകുന്ന മാസമല്ല. സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവർ തീരുമാനമെടുക്കുന്ന സ്ഥിതി വന്നു ചേരും. സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയ്ക്ക് തിളക്കം കുറവായിരിക്കും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം സംജാതമാകുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം കരുത്ത് പകരും. മക്കൾക്ക് ശ്രേയസ്സുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള നിമിഷങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. മകര രാശിക്കാർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്ന മാസമാണ്. പരാശ്രയത്വം മനസ്സിനെ മടുപ്പിക്കും. പുതിയ സംരംഭങ്ങൾ തടസ്സപ്പെടുന്നതാണ്. അധികാരികൾ അനുകൂലമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നില്ല. മകന് നിർബന്ധശീലം ഗാർഹിക അന്തരീക്ഷത്തെ തെല്ല് കലുഷമാക്കുവാൻ ഇടയുണ്ട്. വഴി നടത്തം മൂലം ക്ലേശങ്ങൾ ഏർപ്പെടാം. ധനാഗമം ഒച്ചിൻ്റെ വേഗത്തിലായിരിക്കും. വിശ്വസ്തരായ ആളുകളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു നല്ല പെരുമാറ്റം ഉണ്ടായില്ലെന്ന് വരാം. കുംഭരാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടം കൊണ്ട് മെച്ചം വരുന്നതാണ്. കടബാധകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്നതാണ്.
കുത്തഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തെ ഒരുവിധം നേരെയാക്കുവാൻ കഴിയും. രണ്ടാം പകുതി വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. തൊഴിൽപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ്സുകാർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കും. ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിയുന്ന മാസമാണ്. കൂടുതൽ നേരം അധ്വാനിക്കുവാൻ ഉള്ള ഊർജമുണ്ടാകും. അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയം സുനിശ്ചിതമാണ്. സാഹിത്യകാരന്മാർക്ക് കൂടുതൽ ഭാവന വിലാസം പുലർത്തുന്നതാണ്. വേണ്ടപ്പെട്ടവരുടെ വിരോധം തീർക്കുവാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തും. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ഭൂമി വ്യാപാരം തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. പുതിയ തലമുറയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. മകൻ്റെ ജോലിക്കാര്യത്തിൽ ശുഭ വാർത്ത വന്നതും ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ബൗദ്ധികമായ ഉണർവോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയും. പ്രശ്നങ്ങളെ സമചിത്തയോടെ തന്നെ നേരിടേണ്ടതാണ്. ചുമതലകൾ സത്യസന്ധതയോടെ നിർവഹിക്കുവാൻ കഴിയും. പുതിയ ജോലിക്കായുള്ള ശ്രമം ഫലം കാണുന്നതാണ്. വിദേശത്ത് ഗവേഷണത്തിന് അപേക്ഷിക്കും. സാമ്പത്തിക പിരിമുറുക്കത്തിന് തൽക്കാലം അയവ് ഭവിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരത്തിൽ നിന്നും പിന്മാറുവാനിടയുണ്ട്. പുതിയ സംരംഭങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പരിശ്രമം തുടരുന്നതാണ്. ആഗസ്റ്റ് പകുതിക്ക് ശേഷം അലച്ചിലും കർമ്മരംഗത്ത് ഉന്മേഷക്കുറവും വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. കാര്യാലോചനകളിൽ ഉറച്ച നിലപാട് സ്ഥിരീകരിക്കുന്നതിനാൽ ശത്രുക്കൾ സംഘടിക്കുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ആദ്യത്തിൽ 5ലും 6ലും സഞ്ചരിക്കുന്നതിനാൽ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വിളംബമുണ്ടാകും. നിങ്ങളുടെ ഉയർന്ന അധികാരികളുടെ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞേക്കില്ല. ഉപജപങ്ങളെ നേരായ വഴികളിലൂടെ നേരിടുവേണ്ടതാണ്. പൊതുപ്രവർത്തകർക്ക് എതിർപ്പേറും. നിങ്ങളുടെ ജന്മനാട്ടിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് സക്രിയമായ പങ്ക് വഹിക്കുവാൻ കഴിയുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. മകളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുവാൻ ഇടയുള്ള മാസമാണ്. കുടുംബസമേതം വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുന്ന അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ വീട്ടുകാരുടെ നിലപാട് എന്താകുമെന്ന ചിന്ത ഉറക്കം കെടുത്തുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. കാര്യനിർവഹണത്തിലെ സഹജമായിട്ടുള്ള കുലിശതയും ചടുലതയും അല്പം വാങ്ങുവാൻ ഇടയുണ്ട്. പരാശ്രയത്വം ഏറും. സ്വന്തം ബിസിനസിൻ്റെ വളർച്ച അല്പം മന്ദഗതിയിലാകുന്നതാണ്. കൂടുതൽ മുതൽ മുടക്കുന്നതിൽ ജാഗ്രത വേണം. വായ്പയുടെ തിരിച്ചടവിന് ക്ലേശിക്കേണ്ടി വരുന്നതാണ്. 7ലെ ചൊവ്വയുടെ സഞ്ചാരം ദാമ്പത്യത്തെ ക്ലേശിപ്പിച്ചേക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഹൃദയ ഐക്യം കുറയുന്നതാണ്. പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിൽ വിദ്യാർത്ഥികൾക്ക് ആലസ്യമുണ്ടാകാം. മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് മേൽ ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ വിശ്വസ്തത നേടുന്നതാണ്. ഗൃഹനിർമ്മാണത്തിൽ ത്വരിതഗതി പ്രതീക്ഷിക്കാം. സഹോദരിൽ നിന്ന് ധനലാഭം ഉണ്ടായേക്കും. മാതാപിതാക്കൾക്ക് മക്കളുടെ ജോലി സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടി വരാം. പുതുതലമുറയുടെ സഹവാസം ബാലകാല സ്മൃതികളിലേക്ക് നയിക്കുവാനും ഇടയുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.